സമയം പുലർച്ചെ 4 മണി. തെങ്ങിനാലും കവുങ്ങിനാലും മൂടപ്പെട്ട വലിയ 2 നില വീടിന്റെ അകത്തെ റൂമിൽ നിന്നും ഫോണിൽ അലാറം തുരുതുര അടിയുന്നുണ്ടായിരുന്നു. ക്രിസ്തീയ ഭക്തിഗാനം അലാറത്തിന്റെ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുതപ്പിനുള്ളിൽ നിന്ന് കൈനീട്ടി ഒരു പെൺകുട്ടി അത് ഓഫ് ചെയ്തു. പുതപ്പ് മാറ്റിയ പാടെ അവൾ കട്ടിലിൽ ഒന്ന് എണീറ്റിരുന്നു. കറുപ്പൊരു ചുരിദാറിന്റെ ടോപ്പും പാന്റുമാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ നീളത്തിൽ ഒരു സ്വർണത്തിന്റെ ചെയിനുണ്ട്. ത്രെഡ് ചെയ്ത നേർത്ത പുരികവും അത്യാവശ്യം നീളത്തിലുള്ള മുടിയും വെളുത്ത നിറവുമൊക്കെയായി സാധാരണ ഒരു പെൺകുട്ടിയാണ് കാണാൻ. അവൾ അന്ന മറിയം എന്നാണ് മുഴുവൻ പേര്. എല്ലാവരും ചുരുക്കി അന്ന എന്ന് വിളിക്കും. കട്ടിലിൽ എണീറ്റിരുന്ന അന്ന പ്രാർത്ഥനയിലായിരുന്നു. ഒരു നിമിഷം മുകളിലേക്ക് നോക്കി അവൾ അവളുടെ ചുണ്ടിനാൽ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം മുഖം ഒന്ന് കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് എണീറ്റു. ശേഷം അവൾ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. ലൈറ്റിന്റെ സ്വിച്ചിൽ അവളുടെ വിരലുകൾ അമർന്നപ്പോൾ അടുക്കളയിലാകെ വെളിച്ചം പടർന്നു. നേരെ ഗ്യാസ് അടുപ്പിനരികിലേക്ക് ചെന്ന് ഗ്യാസ് ഓണാക്കി അതിൽ ചായക്കുള്ള വെള്ളം വെച്ച് അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നു. വെള്ളം തിളയ്ക്കുവോളം അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം തിളയ്ക്കുന്ന ശബ്ദം അവൾ കേട്ടത്. പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിന്റെ തിള കണ്ടതും വേഗം അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും എടുത്തിട്ട് അവൾ അത് 2 കപ്പിലായി പകർന്നു. 1 കപ്പ് ചായ അവൾ അവളുടെ റൂമിൽ കൊണ്ടുവച്ചു. ശേഷം മറ്റേ കപ്പിലെ ചായയുമായി താഴെ നിലയിൽ തന്നെയുള്ള തൊട്ടപ്പുറത്തെ റൂമിൽ ചെന്ന് തട്ടി. അമ്മച്ചി, ദാ ചായ. വാതിലിൽ അവളുടെ തട്ട് കേട്ടപ്പോൾ അകത്തുനിന്ന് ഒരു സ്ത്രീ റൂമിന്റെ വാതിൽ തുറന്നു. അവളെ കണ്ടപാടെ അവരൊന്ന് ചിരിച്ചു. മോള് പഠിക്കാൻ എണീറ്റോ? അമ്മച്ചി അവളോട് ചോദിച്ചു. ഓ, ഇപ്പോൾ എണീറ്റേ ഉള്ളൂ അമ്മച്ചി, അന്ന പറഞ്ഞു. അവരപ്പോൾ സന്തോഷത്തോടെ അത് വാങ്ങി. അമ്മച്ചി പറഞ്ഞിട്ടില്ലേ, അമ്മച്ചിക്ക് ഇത് പതിവില്ലാത്തതാ. പക്ഷേ മോള് വന്ന ശേഷം ചായ കിട്ടി ഇപ്പോ ഇതൊരു സുഖമായി തോന്നി തുടങ്ങി. ഇനി മോള് ചെന്ന് പഠിച്ചോ? അമ്മച്ചി അവളോട് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അമ്മച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. ശരി അമ്മച്ചി, എന്നാ ചായ കുടിച്ചിട്ട് കിടന്നോളൂ, ഞാൻ റൂമിലുണ്ടാകും. അവൾ അത് പറഞ്ഞ് റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്ന പാടെ അവൾ അവളുടെ മേശക്കരികിലേക്കാണ് ചെന്നത്. പഠിക്കാനുള്ള ബുക്കുകൾ ധാരാളം ഉണ്ടായിരുന്നു അവളുടെ മേശപ്പുറത്ത്. PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന ഇപ്പോൾ. അതിരാവിലെ എണീക്കും, ചായ ഇട്ട് പഠിക്കാനിരിക്കും. ഉച്ചയ്ക്ക് കിട്ടുന്ന ഇടവേളകളിലും പഠിക്കും. വൈകുന്നേരവും രാത്രിയും ഒക്കെ പഠിത്തം തുടരും. അവളുടെ ഭർത്താവിന്റെ അമ്മയാണെങ്കിലും അമ്മച്ചി അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. അന്നയെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായേ ഉള്ളൂ എങ്കിലും അന്ന അമ്മച്ചിക്ക് സ്വന്തം മോളെ പോലെയാണ്. തന്റെ മകനായ മൈക്കിളിന്റെ ഭാര്യയാണ് അന്നയെങ്കിലും അവൾ വന്ന നാൾ മുതൽ അമ്മച്ചി അവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. മൈക്കിളും അന്നയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 2 മാസമാകുന്നതേയുള്ളൂ. മൈക്കിൾ ഇപ്പോൾ ഒരു ബിസിനസ് ടൂറിലാണ്. ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചായ ചുണ്ടോട് ചേർത്ത് ഒരു കവിൾ കുടിച്ച ശേഷം പഠിക്കാനുള്ള ബുക്ക് തുറന്നപ്പോൾ അന്നയുടെ മനസ്സിൽ മൈക്കിളായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് ഇച്ചായന്റെ ആദ്യത്തെ പിറന്നാളാണ്. രാത്രി 12 മണിക്ക് ബർത്ത്ഡേ വിഷ് മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷേ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും ഇച്ചായന് കിട്ടിയില്ല. ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാണും. ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. അവൾ അവളുടെ ഫോൺ കയ്യിലെടുത്തു. കാണാൻ സുന്ദരനായ മൈക്കിൾ എന്ന ചെറുപ്പക്കാരന്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയുടെ ലോഗോയിൽ തൊട്ട് അവൾ അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. കോൾ റിങ് ചെയ്തു തുടങ്ങിയപ്പോൾ അവൾ ഫോൺ അവളുടെ ചെവിയിലേക്ക് ചേർത്തു വെച്ചു. അപ്പുറത്തങ്ങ് ദൂരെ വയനാട്ടിലെ ഒരു റിസോർട്ട് മുറിയിലാണ് ആ ഫോൺ റിങ് ചെയ്തത്. ഫോണിന്റെ റിങ് കേട്ടതും പുതപ്പിനുള്ളിൽ നിന്ന് മൈക്കിളിന്റെ കൈ നീണ്ടു വന്ന് ആ ഫോൺ എടുത്തു നോക്കി. മൈക്കിൾ നോക്കുമ്പോൾ അത് അന്നയുടെ കോളായിരുന്നു. ആ കോള് കണ്ടതും മൈക്കിളിന്റെ മുഖം ഒന്ന് വാടി. കാരണം മറ്റൊന്നുമല്ല, അവന്റെ പുതപ്പിനുള്ളിൽ അവനോടൊപ്പം അവന്റെ കാമുകി ശ്രുതി ഉണ്ടായിരുന്നു. ആരാ ഈ നേരത്ത് ഇത്ര രാവിലെ തന്നെ? പുതപ്പിനുള്ളിൽ അവന്റെ ദേഹത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് ഉറക്കച്ചടവോടെ ശ്രുതി ചോദിച്ചു. ഇതവളാ അന്ന. രാത്രി വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ലായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും വെച്ച് വിളിക്കുകയാ, ഒന്ന് നോക്കട്ടെ. അവൻ അത് പറഞ്ഞ് വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഇച്ചായ, ഹാപ്പി ബർത്ത്ഡേ. അപ്പുറത്തു നിന്ന് അന്നയുടെ നേർത്ത ശബ്ദം അവൻ ഫോണിൽ കേട്ടു. ഓ, ഇത് പറയാനായിരുന്നു ഇവള് വിളിച്ചത്. അവന്റെ മനസ്സിൽ അപ്പോൾ അന്നയോട് വല്ലാത്ത ദേഷ്യം തോന്നി. താങ്ക് യു അന്ന. വലിയ ഇഷ്ടത്തോടെ അല്ലെങ്കിലും അവൻ വെറുതെ പറഞ്ഞു. ഇച്ചായൻ ഉച്ചയോടെ എത്തില്ലേ? ഇച്ചായൻ വന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പുറത്ത് അന്ന പറഞ്ഞപ്പോൾ മൈക്കിളിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ വേഗം എത്താൻ നോക്കാമെന്നേ. എന്തായാലും വൈകുന്നേരത്തിന് മുൻപെത്തും. ഞാൻ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അമ്മച്ചിയോടുകൂടെ പറഞ്ഞേക്ക്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ കോൺഫറൻസും ചർച്ചയും ഒക്കെ കഴിഞ്ഞെത്തുമ്പോൾ നല്ല ലേറ്റായി. ആകെ ടയേർഡായിരുന്നു. കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങ് എത്തിയേക്കാം, നീ വെച്ചോ, മൈക്കിൾ പറഞ്ഞു. ശരി ചായ.
മൈക്കിൾ അത് പറഞ്ഞപ്പോൾ അന്ന സന്തോഷത്തോടെ ഫോൺ വെച്ചു. എന്താ മൈക്കിൾ, അവൾ ഇത്ര രാവിലെ തന്നെ, എന്തെങ്കിലും സംശയമുണ്ടോ? ശ്രുതി അപ്പോൾ പുതപ്പിനടിയിൽ നിന്ന് മൈക്കിളിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ചോദിച്ചു. എന്ത് സംശയം, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അവൾ അത് വിഷ് ചെയ്യാൻ വിളിച്ചതാ. മൈക്കിൾ വളരെ നിസ്സാരമായി പറഞ്ഞു. ഓ അത് ശരി, ഇന്നായിരുന്നു അല്ലേ ബർത്ത്ഡേ? ഹാപ്പി ബർത്ത്ഡേ മൈക്കിൾ. എനിക്കറിയില്ലായിരുന്നു. ശ്രുതി അത് പറഞ്ഞ് മൈക്കിളിന്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. സന്തോഷത്തോടെ മൈക്കിൾ അവളുടെ ആ ഉമ്മയും വാങ്ങി അവളെ നന്നായി ഒന്ന് തലോടി അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് കിടന്നു. മൈക്കിൾ ശ്രുതിക്കൊപ്പം അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് പതിയെ പതിയെ കടന്നു. അവളുടെ വെളുത്ത ശരീരത്തിൽ അവന്റെ ചുണ്ടുകൾ കൊണ്ടും കൈകൾ കൊണ്ടും അവൻ ഓടി നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഓ നശിപ്പിച്ചു, ഏതവന ഈ നേരത്ത്? മനുഷ്യൻ ത്രില്ലായി വരികയായിരുന്നു. അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടെ അവന്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് മൈക്കിൾ പറഞ്ഞു. ശ്രുതി അപ്പോൾ ഫോൺ എടുത്തു നോക്കി. മിണ്ടല്ലേ, ഇതവനാ രാഹുൽ. ശ്രുതി പറഞ്ഞപ്പോൾ മൈക്കിളിന്റെ മുഖം ആകെ വല്ലാതെ ഉണ്ടായിരുന്നു. അവളിലേക്ക് പടർന്നു കയറി ശമിപ്പിക്കാൻ വെച്ചിരുന്ന അവന്റെ വികാരങ്ങളെ അടക്കി വെച്ചുകൊണ്ട് അവൻ ദേഷ്യഭാവത്തിൽ ഒന്നും മിണ്ടാതെ പുതപ്പിനടിയിൽ കിടന്നു. നീ ഫോൺ എടുത്തു നോക്ക്, മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയോടെ എത്തുമെന്ന് പറ. മൈക്കിൾ ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി വേഗത്തിൽ അവളുടെ ഫോണിൽ കോൾ അറ്റൻഡ് ചെയ്തു. ശ്രുതി, നീ എപ്പോ എത്തും? അപ്പുറത്തു നിന്ന് അവളുടെ ഭർത്താവായ രാഹുലിന്റെ ചോദ്യമുണ്ടായി. ഉച്ചയോടെ എത്തും രാഹുൽ, ഞാനിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ചില പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തുന്ന മീറ്റിംഗ്. ഏകദേശം 1 മണിക്കൂർ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഞാൻ വേഗം ഇറങ്ങും. ഞാൻ ടൗണിലെത്തിയിട്ട് വിളിക്കാം, നീ പിക്ക് ചെയ്യാൻ വന്നാൽ മതി. ശ്രുതി രാഹുലിനോട് വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ആ ശരി, ഞാൻ നീ എപ്പോഴാ എത്തുക എന്ന് കൺഫേം ചെയ്യാൻ വിളിച്ചതാ. എന്നാ ശരി വെച്ചോ, രാഹുൽ പറഞ്ഞു. പിന്നെ രാഹുൽ, ഇന്നലെ നിന്നെ വല്ലാതെ മിസ് ചെയ്തു. നീ ഇല്ലാതെ എന്തോ ഒരു വിഷമം പോലെ. ഞാൻ പെട്ടെന്ന് എത്തിയേക്കാം കേട്ടോ. ശ്രുതി കുറച്ച് റൊമാൻറ്റിക്കായി സ്നേഹത്തോടെ രാഹുലിനോട് പറഞ്ഞു. ഓക്കെ ശരി. രാഹുൽ അപ്പുറത്ത് അത് പറഞ്ഞു ഫോൺ വെച്ചു. എന്തേ, അവന് നിന്നെ കാണാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ? മൈക്കിൾ അപ്പോൾ അവളോട് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, എപ്പോഴാ എത്തുക എന്ന് ചോദിച്ചു. പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ശ്രുതി അപ്പോൾ ഫോൺ മാറ്റിവെച്ച് മൈക്കിളിന്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. നാശം പിടിക്കാൻ, ഞാൻ എപ്പോ ഒന്ന് നിന്നെ ആസ്വദിച്ചു വരുന്നു അപ്പോഴേക്കും അവൻ വെച്ച് വിളിക്കും. അവൻ എങ്ങനെയാ ഇത്ര കൃത്യസമയം മനസ്സിലാക്കി വിളിക്കുന്നത്? മൈക്കിളിന്റെ മുഖം വല്ലാതെ ചൊടിച്ചിരുന്നു. പിണങ്ങല്ലേ മൈക്കിൾ, അവൻ ഫോൺ വെച്ചില്ലേ, എടുക്കാതിരുന്നാൽ അവൻ എന്തെങ്കിലും സംശയം തോന്നണ്ട എന്ന് കരുതിയാ ഞാൻ അപ്പോൾ തന്നെ എടുത്തത്. പിന്നെ കുറച്ച് പഞ്ചാര വർത്താനം അങ്ങോട്ട് പറഞ്ഞ് സോപ്പിട്ടാൽ അവൻ ഫ്ലാറ്റായി. ദേ ഇങ്ങോട്ട് നോക്കിയേ. ശ്രുതി മൈക്കിളിന്റെ കവിളിൽ പിടിച്ച് അവളുടെ മുഖത്തിന് നേരെ തിരിച്ചു. ദേ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നുകൂടെ ഒന്ന് ഉഷാറാക്കണ്ടേ? ശ്രുതി അവന്റെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് പറഞ്ഞു. ചുണ്ടിലൊരു വികാരം നിറഞ്ഞ കുസൃതി ചിരിയോടെ മൈക്കിൾ അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്നു. ശ്രുതി അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചുകൊണ്ട് അവളുടെ ശരീരം പൂർണ്ണമായും മൈക്കിളിന് വിട്ടു നൽകുകയായിരുന്നു. അവന്റെ തൊടലിലും തലോടലിലും അവൾ ആനന്ദം കൊള്ളുകയായിരുന്നു. അതേസമയം ഇതൊന്നും അറിയാതെ മൈക്കിളിനെയും ശ്രുതിയെയും കാത്ത് 2 ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. മൈക്കിളിന്റെ വീട്ടിൽ അവന്റെ ഭാര്യ അന്നയും ശ്രുതിയുടെ വീട്ടിൽ അവളുടെ ഭർത്താവ് രാഹുലും. മൈക്കിളിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് രാഹുൽ. മൈക്കിളും ശ്രുതിയുമായി ബന്ധമുള്ളത് ഒരു വിധത്തിലും രാഹുലിന് അറിയില്ല. ശ്രുതിയെ രാഹുലിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. മൈക്കിൾ എന്ന് വെച്ചാൽ അവന്റെ പ്രിയ കൂട്ടുകാരനുമാണ്. അവനെ ഒരു തരത്തിലും അറിയിക്കാതെ പല കള്ളങ്ങളും പറഞ്ഞാണ് ഇങ്ങനെ ഒരു കലാപരിപാടി 2 ആളും തമ്മിൽ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നത്. മൈക്കിളിന് വിവാഹത്തിന് മുൻപേ തന്നെ ശ്രുതിയുമായി ബന്ധമുണ്ട്. കൂട്ടുകാരനായ രാഹുലിന്റെ ഒപ്പം കണ്ട അവന്റെ ഭാര്യ ശ്രുതിയുടെ മേൽ മൈക്കിളിന് ആദ്യമേ ഒരു കണ്ണുണ്ടായിരുന്നു. എങ്കിലും കൂട്ടുകാരന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ വളച്ചെടുക്കാൻ അവന് പറ്റിയില്ല. എന്നാൽ ഒരിക്കൽ രാഹുലിന്റെ ഫോണിലേക്ക് മൈക്കിൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ശ്രുതിയായിരുന്നു. രാഹുൽ അവിടെ ഇല്ലെന്നും പുറത്തു പോയതാണെന്നും പറഞ്ഞ് ശ്രുതി മൈക്കിളിനോട് ഫോണിൽ സംസാരിച്ചു. പോകുമ്പോൾ രാഹുലിന് ഫോൺ എടുക്കാൻ മറന്നുപോയതാണെന്നൊക്കെ ശ്രുതി പറഞ്ഞു. പറയുന്ന കൂട്ടത്തിൽ അവളും മൈക്കിളും തമ്മിൽ അല്പനേരം സംസാരമുണ്ടായി. അവനോട് ഇണങ്ങിയുള്ള ശ്രുതിയുടെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് തന്നോട് താല്പര്യമുണ്ടെന്ന് മൈക്കിളിനും തോന്നി. ആ സംസാരം പിന്നെ പതിവായി. 2 പേരും തമ്മിൽ വല്ലാതെ അടുത്തു. ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് രാഹുൽ അറിയാതെ വീട്ടിൽ നിന്ന് പോവുകയും ആരും അറിയാതെ ദൂരെ റിസോർട്ടുകളിൽ വെച്ച് ശ്രുതിയും മൈക്കിളും കാണുകയും പല കാര്യങ്ങളും സംഭവിക്കുന്നതും പതിവായി മാറി. എല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ശ്രുതി രാഹുലിന്റെ അരികിലേക്ക് വീട്ടിലെത്തിച്ചേരും. പിന്നെ ഒന്നും അറിയാത്ത പാവത്തെ പോലെ രാഹുലിനോടൊപ്പമുള്ള ജീവിതം. അതിനിടയ്ക്ക് രാത്രിയിൽ വളരെ മോശമായ രീതിയിൽ മൈക്കിളുമായുള്ള അവിഹിത ചാറ്റിംഗ്. ശരീരങ്ങൾ തമ്മിൽ നേരിട്ട് പങ്കുവെക്കാനാവാത്തത് മെസ്സേജുകളിലൂടെയും കോളുകളിലൂടെയും പറഞ്ഞുകൊണ്ട് ആനന്ദം കൊള്ളുന്ന ഒരു പ്രത്യേക സ്വഭാവ രീതിയായിരുന്നു മൈക്കിളിനും ശ്രുതിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചി അന്ന എന്ന പെൺകുട്ടിയുടെ വിവാഹാലോചന മൈക്കിളിന് മുന്നിൽ വയ്ക്കുന്നത്. അമ്മച്ചിക്ക് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു അന്ന, അമ്മച്ചിയുടെ പ്രിയ കൂട്ടുകാരിയുടെ മകൾ.
ഒരിക്കൽ നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് പോയി വന്ന അന്ന് രാത്രിയാണ് അമ്മച്ചി മൈക്കിളിന് മുന്നിൽ അന്നയുടെ വിവാഹകാര്യം വെക്കുന്നത്. ശ്രുതിയുമായി രഹസ്യബന്ധമുള്ളതുകൊണ്ട് തന്നെ കല്യാണത്തിനൊന്നും മൈക്കിളിന് താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിയാതെ തന്നെ അവന്റെ എല്ലാ ആവശ്യങ്ങളും നടന്നു പോകുന്നുണ്ടല്ലോ. എന്നാൽ അന്നയുമായുള്ള വിവാഹം അമ്മച്ചിയുടെ നിർബന്ധമായിരുന്നു. മൈക്കിൾ നോക്കി നടത്തുന്ന ബിസിനസ്സും വീടും മറ്റെല്ലാം തന്നെ അമ്മച്ചിയുടെ പേരിലായതുകൊണ്ട് അമ്മച്ചി ഒരു തീരുമാനമെടുത്താൽ എതിർത്തു പറയാൻ അവന് കഴിയില്ലായിരുന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൻ അന്നയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം അവൻ പെണ്ണ് കാണാൻ പോവുകയും അന്നയുമായുള്ള വിവാഹം നടക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് ശേഷവും അവനും ശ്രുതിയുമായുള്ള ബന്ധം തുടർന്നു. ആദ്യം രാഹുലിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടായിരുന്നു അവരുടെ ഇടപാടുകൾ നടന്നതെങ്കിൽ ഇപ്പോൾ അന്നയുടെ കണ്ണിലും പൊടിയിട്ടുകൊണ്ട് അവരുടെ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. സമയം ഏറെ കഴിഞ്ഞപ്പോൾ ശ്രുതിയും മൈക്കിളും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ ശേഷം അവർ ഡ്രസ്സ് മാറി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. മൈക്കിൾ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവനരികിലേക്ക് ചെന്ന് അവന് പിറകിലൂടെ ഒന്നുകൂടെ അവനെ കെട്ടിപ്പിടിച്ചു. മൈക്കിൾ അപ്പോൾ തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇനി എപ്പോഴാ മൈക്കിൾ നമ്മൾ ഒരുമിച്ചിങ്ങനെ? ശ്രുതി അവനോട് ചോദിച്ചു. എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നമുക്ക് അടുത്ത് തന്നെ ഇനിയും കൂടാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ പെണ്ണെ, നിന്നോടൊപ്പം എത്ര സമയം ഇരുന്നാലും മടുക്കില്ല. വീട്ടിലൊരുത്തി ഉണ്ടല്ലോ അന്ന, ഒരു നാട്ടിൻ പുറത്തുകാരി. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. നിന്നെപ്പോലെ ഇക്കാര്യത്തിൽ അത്ര മിടുക്കിയൊന്നുമല്ല അവള്. ഒരു തനി മൊയന്ത് സാധനം. ഇച്ചായ എന്ന് പറഞ്ഞ് വലിയ സ്നേഹം ഭാവിച്ച് നടക്കും. പക്ഷേ എനിക്ക് അവളിൽ വലിയ തൃപ്തിയൊന്നും വരുന്നില്ല. അതൊക്കെ നിന്റെ കൂടെ കുറച്ച് സമയം കിടന്നാലുണ്ടല്ലോ, ആഹാ മതി മറക്കും. നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഉണ്ടെന്ന് രാഹുലിന് ഇപ്പൊ തന്നെ ധരിപ്പിച്ചു വെക്കുക. അവൻ അത് വിശ്വസിച്ചോളും. എന്നിട്ട് ആഫ്റ്റർ 2 വീക്സ് നമുക്കൊന്നുകൂടെ ഇറങ്ങാം. വയനാട് വിട്ട് ഊട്ടി പിടിക്കാം. അവിടെ ആകുമ്പോൾ ഇതിലും നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും. അടിച്ചു പൊളിച്ചിങ്ങ് പോരാം. മൈക്കിൾ അവന്റെ ചുണ്ട് ശ്രുതിയുടെ ചുണ്ടോട് ചേർത്ത് ഒന്നമർത്തി ചുംബിച്ചു. മിസ് യു മൈക്കിൾ, വെരി മിസ് യു. ശ്രുതി അപ്പോൾ മൈക്കിളിനോട് പറഞ്ഞു. മിസ് യു ഡിയർ. മൈക്കിൾ അത് പറഞ്ഞ് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് നിർത്തുമ്പോഴാണ് മുറിയുടെ ബെല്ല് കേട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതായിരിക്കും. 10 മണിക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുത്തിച്ചാൽ ചൂടാറിപ്പോകും. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലല്ലേ ഭക്ഷണം കഴിക്കാൻ ഒരു സുഖമുള്ളൂ. ഞാൻ ചെന്ന് വാങ്ങിക്കാം. മൈക്കിൾ അത് പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ച ശേഷം ഡോർ തുറക്കാനായി പോയി. സ്മൃതി അപ്പോൾ അവളുടെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തുരസി ചുണ്ടുകൾ നന്നായി ചുവപ്പിച്ചു വെച്ചു. എന്നാൽ വാതിൽ തുറക്കാൻ പോയ മൈക്കിൾ ഒരു ഞെട്ടലോടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്താ മൈക്കിൾ, ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് തന്നെയല്ലേ കൊണ്ടുവന്നത്? അത് ചോദിച്ചുകൊണ്ട് മൈക്കിളിനടുത്തേക്ക് വന്ന ശ്രുതി ഒരു ഞെട്ടലോടെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. അവരുടെ 2 പേരുടെയും മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതിയുടെ ഭർത്താവ് രാഹുലും അവന്റെ കൂടെ കുറച്ചാളുകളും. രാഹുലിനെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. മൈക്കിളിന്റെ അവസ്ഥയും മറിച്ചൊന്നുമായിരുന്നില്ല. മൈക്കിളും ഞെട്ടലിൽ തന്നെയായിരുന്നു. ഇവനോടൊപ്പം ആയിരുന്നല്ലേടി പിയച്ചവളെ നിന്റെ മീറ്റിംഗ്? രാഹുൽ അത് ചോദിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി ശ്രുതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. രാഹുൽ പ്ലീസ് വിടൂ, ഞാൻ പറയാം. രാഹുൽ ഞാൻ പറയാം. ശ്രുതി പറഞ്ഞു. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ അവളുടെ ഒരു മീറ്റിംഗ്? എന്നും കമ്പനിയിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ഇറങ്ങുകയായിരുന്നല്ലേടി? രാഹുൽ അത് പറഞ്ഞ് ശ്രുതിയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടു. ശേഷം അവൻ നേരെ വന്നത് മൈക്കിളിനടുത്തേക്കാണ്. രാഹുലിന്റെ മുഖത്ത് പോലും നോക്കാനാവാതെ ആകെ നാണം കെട്ടി നിൽക്കുകയായിരുന്നു മൈക്കിൾ അപ്പോൾ. എന്താടാ നാറി, നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? വീട്ടിലൊരു പാവം പിടിച്ച പെണ്ണിരിപ്പില്ലടാ, അതിനെ ഇട്ടിട്ടാണോ നീ ഇവളുടെ കൂടെ? നന്ദിയില്ലാത്തവനെ, നാണം കെട്ടവനെ. രാഹുൽ മൈക്കിളിന്റെ ഷോൾഡറിന് പിടിച്ച് അവനെ ചുമരിനരികിലേക്ക് തള്ളി. എങ്ങനെ തോന്നിയടാ നിനക്കിതിന്? സ്വന്തം സഹോദരനെ പോലെ കണ്ട് നിന്റെ കൂടെ നടക്കുന്നവനല്ലേ ഞാൻ, എന്നിട്ട് എന്നെ പറ്റിച്ച് എന്റെ ഭാര്യയെയും കൊണ്ട്. രാഹുൽ അത് പറഞ്ഞ് മൈക്കിളിനെ ഒന്ന് പിടിച്ചു കുലുക്കി. അല്ല, നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ കൂടെ നടക്കുന്ന ഇവളെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ഭാര്യയാണ് പോലും ഭാര്യ. ആ വാക്കിന് പോലും ഇനി ഈ നശിച്ചവൾ അർഹയല്ല. രാഹുൽ അത് പറഞ്ഞ് മൈക്കിളിന്റെ ഷോൾഡറിന് പിടിച്ച് അവനെ ആഞ്ഞു തള്ളി. ശേഷം ശ്രുതിയെ അടിക്കാനായി കട്ടിലിനരികിലേക്ക് ചെന്നപ്പോൾ രാഹുലിനോടൊപ്പം വന്നിരുന്ന അവന്റെ കൂട്ടുകാരായ 3 പേർ അപ്പോൾ മുറിയിലേക്ക് ഓടി വന്ന് രാഹുലിനെ പിടിച്ചു വെച്ചു. രാഹുൽ എന്താ ഇത്? വിട്ടുകള, നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വെറുതെ ഇവരെ ഉപദ്രവിച്ച് സീനാക്കല്ലേ. അവര് പിടിച്ചു വെച്ചപ്പോൾ രാഹുൽ അവരുടെ മുഖത്തേക്ക് നിസ്സഹായ ഭാവത്തിൽ നോക്കി. അർജുൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു കൊണ്ട് നടന്നതാ ഇവളെ. ഇവൾക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ ഇവൾ എന്നോട് ഇത് ചെയ്തത്? ഇങ്ങനെ ഒരു പണിക്ക് വന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരു പെണ്ണിനെ വിശ്വസിക്കുക? അമ്മാതിരി ചതിയല്ലേ ഈ പാപി എന്നോട് ചെയ്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത് അർജുൻ? പറ. റിനീഷേട്ടാ, സനൂപേ, നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാഹുൽ അവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി.
അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവർക്കാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം എന്തൊക്കെയോ വിഷമത്തിലെന്ന പോലെ രാഹുൽ നിന്നു. മൈക്കിളും ശ്രുതിയും അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് രണ്ടിനുമുള്ള നല്ല പണി ഞാൻ തരുന്നുണ്ട്. എനിക്കിനി എന്തായാലും ഇവളെ വേണ്ട, പക്ഷേ എനിക്ക് വേറെ ഒരാളെ വേണം. അവൾ ഇപ്പോൾ ഇങ്ങെത്തും. രാഹുൽ മൈക്കിളിനെയും ശ്രുതിയെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് എന്തായാലും രണ്ടും കരുതണ്ട. ഞങ്ങൾ മൂന്നാളും പുറത്തുണ്ടാകും. അർജുൻ, റിനിഷേട്ട, സനൂപേ, നമുക്ക് പുറത്തു നിൽക്കാം. രാഹുൽ അത് പറഞ്ഞ് അവരോടൊപ്പം പുറത്തേക്കിറങ്ങി. ശേഷം അകത്ത് നിൽക്കുന്ന ശ്രുതിയെയും മൈക്കിളിനെയും പുച്ഛഭാവത്തിലൊന്ന് നോക്കിക്കൊണ്ട് വാതിൽ വലിച്ചടച്ചു. പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവരൽപ്പം അങ്ങോട്ട് മാറി നിന്നു. ശ്രുതിയും മൈക്കിളും അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ മൈക്കിൾ, എന്താ ചെയ്യുക? നീ പറ, എന്താ ചെയ്യുക? ശ്രുതി മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിൾ അപ്പോൾ നഖം കടിച്ചുകൊണ്ട് ശ്രുതിയെ ഒന്ന് നോക്കി. എന്നാലും ഇവൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഇവൻ എങ്ങനെയാ ഇത് കണ്ടുപിടിച്ചത്? എന്താ ചെയ്യുക? എന്താ ഒരു വഴി? മൈക്കിൾ അപ്പോൾ അവളോട് ചോദിച്ചു. എനിക്കറിയില്ല മൈക്കിൾ, എനിക്ക് ആകെ പേടിയാകുന്നു. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണാതെ അവൻ നമ്മളെ ലോക്ക് ചെയ്യില്ല. എന്താ ചെയ്യുക? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ശ്രുതി മൈക്കിളിനോട് പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്താ ചെയ്യുക? എന്താ ഒരു വഴി? ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? വീട്ടിൽ അമ്മച്ചിയും അന്നയും ഇതറിഞ്ഞാൽ ആകെ കഴിഞ്ഞു. മൈക്കിൾ ആകെ വെപ്രാളത്തിലായിരുന്നു. ശ്രുതിയും മൈക്കിളും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും തലക്ക് കൈയും കൊടുത്ത് അവിടെ കട്ടിലിൽ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. മൈക്കിൾ ഇടയ്ക്ക് ടെൻഷനോടെ ഫോൺ എടുക്കുകയും ആരെയൊക്കെയോ കോൾ ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആരെ വിളിക്കാനാണ്? ആരെങ്കിലും അറിഞ്ഞാൽ മോശമല്ലേ? ഈ കാര്യം എങ്ങനെ ഒരാളോട് പറയും? കയ്യിലെടുത്ത ഫോണിലെ കോളുകൾ ഓരോന്നായി അവൻ കട്ട് ചെയ്യുകയായിരുന്നു. എല്ലാ കോളുകളും കട്ട് ചെയ്ത് ഫോൺ കട്ടിലിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. സമയം കടന്നുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് രാഹുൽ അടച്ച വാതിൽ പിന്നീട് അവൻ തുറന്നത്. രാഹുൽ വാതിൽ തുറക്കുമ്പോൾ മൈക്കിളും ശ്രുതിയും കട്ടിലിന്റെ രണ്ട് വശത്തായി ഇരിക്കുകയായിരുന്നു. എന്തേ, രണ്ടുപേർക്കും കലാപരിപാടികളൊന്നുമില്ലേ? എല്ലാം നിർത്തിയോ? ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണോ? രാഹുൽ ഒരു പുച്ഛത്തോടെ അത് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവന്റെ ശബ്ദം കേട്ടതും ശ്രുതിയും മൈക്കിളും കട്ടിലിൽ നിന്ന് ഞെട്ടി എണീറ്റു. നിങ്ങളെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ കാര്യമൊക്കെ അവതരിപ്പിച്ചാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ എങ്ങനെ വിശ്വസിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചു. അവര് വരാനായിരുന്നു ഞങ്ങൾ വാതിലടച്ച് കാത്തിരുന്നത്. എല്ലാം എല്ലാവരും കണ്ടു ബോധ്യപ്പെടട്ടെ, അല്ലേ രാഹുൽ? രാഹുലിന്റെ കൂട്ടുകാരനായ റിനിഷേട്ടനാണ് മൈക്കിളിനോട് അത് പറഞ്ഞത്. മൈക്കിൾ അപ്പോൾ വാതിൽക്കലേക്കൊന്നു നോക്കി. അവന്റെ അമ്മച്ചിയും അന്നയുമായിരുന്നു അപ്പോൾ അങ്ങോട്ട് കടന്നു വന്നത്. അവരെ കണ്ടതും മൈക്കിൾ ആകെ ഞെട്ടി വിറയ്ക്കുകയായിരുന്നു. അതിലേറെ നാണക്കേടുമുണ്ടായിരുന്നു. അമ്മച്ചിയോട് ഞാൻ എന്തു പറയും? മീറ്റിംഗിനാണെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ഈ ഒരു അവസ്ഥയിൽ ശ്രുതിയെയും തന്നെയും അവർ കാണുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാൻ കഴിയാതെ മൈക്കിൾ വേഗത്തിൽ അവന്റെ തല താഴ്ത്തി. എന്നാൽ മൈക്കിളിനെയും ശ്രുതിയെയും ഒരുമിച്ച് ആ റിസോർട്ടിൽ കണ്ട അന്ന ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 മാസമേ ആയിട്ടുള്ളൂ. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ മിന്നിന് അവകാശിയായ മൈക്കിൾ തന്നെയാണ് ആ നിൽക്കുന്നതെന്ന് അവൾക്കൊരു നിമിഷം അവളുടെ കണ്ണുകളെയും മനസ്സിനെയും വിശ്വസിപ്പിക്കാനായില്ല. അവൾ കണ്ണെടുക്കാതെ മൈക്കിളിനെ തന്നെ നോക്കി നിന്നു. എന്നാൽ മൈക്കിളിന്റെ അമ്മച്ചി കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും ഇറ്റു വീണില്ല. അവർ മൈക്കിളിനെ തറപ്പിച്ചൊന്നു നോക്കി. അമ്മച്ചി അപ്പോൾ അവന്റെ അരികിലേക്ക് വന്ന് അവന്റെ മുഖം അടച്ച് ഒരടി കൊടുക്കുകയാണുണ്ടായത്. ആ അടി കവിളിൽ പതിഞ്ഞതും കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറിയതുപോലെ മൈക്കിൾ ഒന്ന് തല ഉയർത്തി അമ്മച്ചിയെ നോക്കി. നാണം കെട്ടവനെ, തന്തയ്ക്ക് പിറക്കാത്തവനെ, ഇതിനായിരുന്നല്ലേ നീ വീട്ടിൽ നിന്ന് മീറ്റിംഗിനാണെന്ന് പറഞ്ഞിറങ്ങിയത്? തങ്കം പോലൊരു കൊച്ചിനെ മിന്നുകെട്ടി വീട്ടിലിരുത്തിയിട്ടാണോടാ ഇമ്മാതിരി പണിക്കിറങ്ങുന്നത്? നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടാ നാശം പിടിച്ചവനെ. ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ പിടികൂടുന്നത് കാണേണ്ടി വരുന്ന നിന്റെ പെറ്റ വയറിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാണണ്ട എനിക്ക് നിന്നെ. എനിക്കിങ്ങനൊരു മകനില്ല. എനിക്കിനി എന്റെ മോളുടെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. ഞാനാണ് ഇവളെ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തന്നത്. അതിന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് വയ്യ. ഈ കാര്യം രാഹുൽ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വരുന്നവരെ മനസ്സിൽ ഓർത്തത് അതുതന്നെയാണ്. എന്റെ അന്നമോളുടെ ഭാവിക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അതിനപ്പുറത്തേക്ക് നിന്നെപ്പോലൊരു നാണം കെട്ടവനെ പറ്റി ഞാൻ ഓർക്കുന്നേയില്ല. ഇന്നത്തോടെ കഴിഞ്ഞു ഞാനും നീയും തമ്മിലുള്ള എല്ലാ ബന്ധവും. നിനക്ക് വീട്ടിൽ വരാം, താമസിക്കാം. അവിടെ നിന്ന് നിന്നെ ഞാൻ അടിച്ചിറക്കില്ല. പക്ഷേ അമ്മച്ചി എന്ന വകയിൽ ഒരൗദാര്യവും നീ ഇനി എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒന്നും നിനക്ക് കിട്ടില്ല. എല്ലാം കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് മനസ്സ് നീറുന്ന ഒരാത്മാവ് മുകളിലുണ്ട്. ഇക്കാലം അത്രയും ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ ജീവിച്ച ഒരു പാവം മനുഷ്യന്റെ ആത്മാവ്. നിന്റെ അപ്പച്ചനെ ഓർത്തെങ്കിലും നീ ഇമ്മാതിരി പണിക്ക് ഇറങ്ങരുതായിരുന്നു.
മിന്നു കെട്ടിയ വീട്ടിലിരിക്കുന്ന ആ കൊച്ചിനേക്കാൾ എന്ത് മഹിമയാടാ ഇങ്ങനെ കണ്ടവന്റെ കൂടെ ഇറങ്ങി നടക്കുന്ന ഇവൾക്കൊക്കെ ഉള്ളത്. അമ്മച്ചി അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അന്നയെ നോക്കി, എന്തിനാ മോളെ നീ കരയുന്നത്? ഇങ്ങനെ ഒരുത്തന് വേണ്ടി കരയേണ്ട ആവശ്യം നിനക്കുണ്ടോ? നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, മറന്നേക്കണം ഇന്നു മുതൽ ഇവനെ. ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കിടക്ക പങ്കിട്ട ഒരുത്തന് നിനക്ക് ഭർത്താവായിട്ട് വേണോ? അങ്ങനെ ഒരുത്തനു വേണ്ടി നീ കണ്ണുനീർ ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? കരയരുത്, അമ്മച്ചിയുടെ മോൾ ഒരിക്കലും കരയരുത്. നിന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, എന്നും എന്തിനും കൂടെ അമ്മച്ചി ഉണ്ടാകും. മോള് കഴുത്തിൽ നിന്ന് ആ മിന്നങ്ങയിച്ചേ, അമ്മച്ചി അവളെ നോക്കി പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു കേട്ടപ്പോൾ ഒരു നിമിഷം അന്ന തരുത്തു പോവുകയാണുണ്ടായത്. പെട്ടെന്നൊരു നിമിഷം തന്റെ കഴുത്തിലെ മിന്നയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവളെപ്പോലൊരു സാധാരണക്കാരി പെൺകുട്ടിക്ക് അത് ചിന്തിക്കാൻ പോലും ആവുന്ന കാര്യമല്ലായിരുന്നു. അമ്മച്ചി, അമ്മച്ചി എന്താ പറഞ്ഞത്? അവൾ അമ്മച്ചിയെ നോക്കി. അമ്മച്ചി പറഞ്ഞത് മോള് കേട്ടില്ലേ? അവൻ കെട്ടിയ മിന്നയിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ. നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന പെങ്കൊച്ചാ മോള്. ഇന്ന് വരെ മോളെ പോറ്റി വളർത്തിയ ആ അപ്പച്ചനെയും അമ്മച്ചിയെയും ഓർത്തെങ്കിലും, അവരുടെ അഭിമാനത്തെ ഓർത്തെങ്കിലും മോളിപ്പ തന്നെ അത് ചെയ്യണം. അമ്മച്ചി അവളുടെ മുഖത്ത് നോക്കി ഉറച്ച സ്വരത്തിൽ അത് പറഞ്ഞപ്പോൾ അന്ന അമ്മച്ചിയെയും മൈക്കിളിനെയും ഒന്ന് മാറി മാറി നോക്കി. ഒരു നിമിഷം എവിടെ നിന്നോ ആത്മാഭിമാനം അവളിലേക്ക് നിറഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മച്ചി പറയുന്നത് ശരിയല്ലേ? മിന്നു കെട്ടിയ തന്നെ വീട്ടിലിരുത്തി, തന്നെ അപമാനിച്ച്, തന്നെ നാണം കെടുത്തി, തന്നെ ഒഴിവാക്കി, കളവ് പറഞ്ഞ് ഏതോ ഒരു റിസോർട്ടിൽ ഏതോ ഒരു പെൺകുട്ടിയോടൊപ്പം കിടക്ക പങ്കിട്ടിട്ട് നിൽക്കുന്ന ഭർത്താവിനെ തനിക്ക് എന്തിനാണ് ആവശ്യം? അവൾ ഒരിക്കൽ കൂടി മൈക്കിളിനെ നോക്കി. അവന്റെ അരികിൽ നിൽക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ അവളുടെ ദേഷ്യം വല്ലാതെ കൂടി. നെഞ്ചു നീർന്ന വിഷമം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ദേഷ്യമായാണ് അതൊക്കെ അവളിലേക്ക് വന്നത്. അവരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ അന്നയ്ക്ക് എന്തോ വൃത്തികേട് പോലെ തോന്നി. ഒരു തരം അറപ്പോടെയാണ് അവൾ മൈക്കിളിനെയും ശ്രുതിയെയും മാറി മാറി നോക്കിയത്. ആ നോട്ടത്തിനിടയ്ക്ക് പെട്ടെന്ന് മുഖം തിരിച്ചപ്പോൾ അവളുടെ നോട്ടം എത്തിച്ചേർന്നത് രാഹുലിന്റെ മുഖത്തേക്കാണ്. തന്നെക്കാൾ ഏറെ വിഷമം അനുഭവിക്കുന്ന സ്വന്തം ഭാര്യയെ മറ്റൊരുത്തന്റെ കൂടെ റിസോർട്ടിൽ നിന്ന് പിടിക്കപ്പെടേണ്ടി വന്ന ഒരു പാവം ഭർത്താവിന്റെ എല്ലാ നിസ്സഹായതയും അപ്പോൾ രാഹുലിന്റെ മുഖത്തുണ്ടായിരുന്നു. ഒരു നിമിഷം രാഹുലിന്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞതും രാഹുൽ അവളെ നിസ്സഹായതയോടെ നോക്കി. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട അന്ന, അതങ്ങ് അയച്ചു കൊടുത്തേക്ക്. ഇവനെപ്പോലൊരു വൃത്തികെട്ടവന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വേണ്ട. അവന്റെ പേരെഴുതിയ മിന്ന് നിന്നെപ്പോലൊരു നല്ല പെൺകുട്ടിക്ക് എന്തിനാണ്? അതിനുള്ള അർഹത പോലും ഈ മഹാപാപിക്കില്ല. അതങ്ങ് അയച്ചു കൊടുത്തേക്കന്ന, ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ഒരിക്കലും അന്ന തനിച്ചാവില്ല. തന്റെ എത്രയോ വേണ്ടപ്പെട്ട ഒരാൾ പറയുന്ന രീതിയിൽ രാഹുൽ അത് പറഞ്ഞപ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ രാഹുലിനെ തന്നെ ഒന്ന് നോക്കി. ഒരു നല്ല ജീവിതം തരണേ എന്ന് കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കൈത്ത് നീട്ടിയതാണ് മൈക്കിളിന് മുൻപിൽ. എന്നാൽ ആ ആള് തനിക്കൊരു പുല്ല് വില പോലും തന്നില്ല. തന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. കല്യാണശേഷം ഇതിനു മുൻപും എത്രയോ തവണ മീറ്റിംഗിനാണെന്നും പറഞ്ഞ് മൈക്കിൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്നൊക്കെയും ചിലപ്പോൾ ഇവളുടെ കൂടെ തന്നെ ആയിരിക്കുമല്ലോ. ഓർത്തപ്പോൾ അന്നയ്ക്ക് ആകെ ദേഷ്യം തോന്നി. അവൾ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു ധൈര്യം അവൾക്ക് പകർന്നുകൊണ്ട് അമ്മച്ചി അവളെ നോക്കി കണ്ണുകൾ അടച്ചു. അതങ്ങ് അയച്ചു കൊടുക്കുമോളെ, അമ്മച്ചി അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. നമുക്കത് വേണ്ട അന്ന, അയച്ചു കൊടുത്തേക്ക്. എനിക്കും ഇനി ഇവളെ വേണ്ട. നമ്മുടെ ഒന്നും വില മനസ്സിലാക്കാതെ അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങിയതാ. നമുക്ക് അവര് രണ്ടുപേരെയും അങ്ങ് ഫ്രീ ആക്കി കൊടുത്തേക്കാം. ഇവളെ ഇവിടെ വെച്ച് കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സിൽ ഇവൾ മരിച്ചു കഴിഞ്ഞു. ഇനി ഇവൾ എന്റെ ഭാര്യയല്ല. അതുപോലെ മൈക്കിളിനെയും നിനക്ക് വേണ്ട. നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് വേണ്ട. അതങ്ങ് അയച്ചു കൊടുക്ക്. രാഹുൽ വളരെ സ്നേഹത്തോടെ അവളുടെ അരികിലേക്ക് വന്ന് അവളോടത് പറഞ്ഞപ്പോൾ അവൾക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഒരു നിമിഷം രാഹുലിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ അവളുടെ കഴുത്തിൽ നിന്നും ആ മിന്ന് അയച്ചു മാറ്റി. ശേഷം കരഞ്ഞുകൊണ്ട് ആ താലി അവൾ കൊടുത്തത് രാഹുലിന്റെ കയ്യിലേക്കാണ്. അന്ന കയ്യിൽ കൊടുത്ത ആ താലി രാഹുൽ ഒന്ന് നോക്കി. ഒരു പെൺകുട്ടിയുടെ ജീവിതവും മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് ആ താലിയിലുള്ളതെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും ഇങ്ങനൊരു നശിച്ചവന്റെ താലി ഒരു പെൺകുട്ടിക്ക് എന്തിനാണ്? രാഹുൽ ആ ചെയിൻ അവന്റെ മുഖത്തിന് നേരെ ഒന്ന് പൊന്തിച്ചു നോക്കിയ ശേഷം മറ്റൊന്നും ആലോചിക്കാതെ അത് മൈക്കിളിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ താലി ശക്തിയിൽ മൈക്കിളിന്റെ മുഖത്ത് വന്ന് വീണതും മൈക്കിൾ ഒന്ന് ഞെട്ടിപ്പോയി. ഒപ്പം ശ്രുതിയും ആകെ വല്ലാതെ ഞെട്ടിയിരുന്നു. രാഹുൽ ആ ഏറെറിഞ്ഞത് തന്റെ മുഖത്തേക്കും കൂടിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്നത്തോടെ കഴിഞ്ഞു മൈക്കിൾ, നീയും നിന്റെ ഭാര്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും. വിവാഹം കഴിഞ്ഞ് 2 മാസമല്ലേ ആയുള്ളൂ. ലീഗലായി മാരേജ് രജിസ്റ്റർ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതേതായാലും നന്നായി. നിന്നെപ്പോലൊരുത്തനെ ഇനി ഇവൾക്ക് വേണ്ട. ഇവളുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം.
ഞാൻ പറഞ്ഞാൽ എത്രത്തോളം അവർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തെളിവിന് എനിക്ക് ഇവർ വേണമായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചിയെയും അന്നയെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അന്ന ഒരു പാവം പെൺകുട്ടിയാണ്. ഒരുപക്ഷെ ഞാൻ ഈ കാര്യം അവളോട് ചെന്ന് പറഞ്ഞാലും അവൾ അവളുടെ ഭർത്താവിനെ അവിശ്വസിച്ചെന്നു വരില്ല. അങ്ങനെ വന്നാൽ നിന്നെപ്പോലൊരു മഹാപാപിയുടെ കൂടെ അവൾക്ക് ജീവിക്കേണ്ടി വരും. അവളുടെ കൺമുന്നിൽ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് കാര്യങ്ങളൊക്കെ. അത് ഞാൻ ചെയ്തു. ഈ പിയച്ചവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ഇവളെ നോക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നിന്നോടാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് പറയാം. നീ വിചാരിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്. എന്നും ഒരു കളവ് മൂടി വെച്ചുകൊണ്ട് ജീവിക്കാനാവില്ലല്ലോ മൈക്കിൾ. ദൈവം എന്നെങ്കിലും എല്ലാത്തിനും ഒരു അവസാനം കരുതി വെച്ചിട്ടുണ്ടാകും. ഭാഗ്യവശാൽ എന്റെ ഫോൺ ഇന്ന് താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി. പുതിയൊരു ഫോൺ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് വീട്ടിലുള്ള ഇവളുടെ പഴയ ഫോണിന്റെ ഓർമ്മ വന്നത്. ഇവള് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നോട് പുതിയൊരു ഫോൺ വാങ്ങിപ്പിച്ചിരുന്നു. ഇവളുടെ പഴയ ഫോണിൽ ചാർജ് ഒന്നുമില്ലാതെ അലമാരയിൽ വെച്ച് പൂട്ടിയിരുന്നു. ഇവൾക്ക് എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്ത് സിമ്മ് മാറ്റിയിട്ടു. ദൈവാധീനം എന്നൊക്കെ പറയുന്ന പോലെ എന്റെ വാട്സപ്പ് അതിൽ തുടങ്ങാൻ വേണ്ടി ഇവളുടെ പഴയ വാട്സപ്പ് ഞാനൊന്ന് ഓണാക്കിയതാ. അത് കണ്ടപ്പോളാ ഞാൻ ശരിക്കും ഞെട്ടിയത്. ഇവൾ എത്ര വലിയ പിഴയാണെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. നീയുമായിട്ടുള്ള വൃത്തികെട്ട ചാറ്റിങ്ങുകളൊക്കെ ഞാൻ അതിൽ കണ്ടു. ശരിക്കു പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടിനെയും പിടിച്ച് കൊല്ലാനാ എനിക്ക് തോന്നിയത്. പക്ഷേ കുറച്ചുകൂടെ ചാറ്റ് താഴേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ശരിക്കു പറഞ്ഞാൽ പെട്ടത് ഞാനല്ല, നീയാണ് മൈക്കിൾ. ഞാൻ വലിയൊരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ദൈവം എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നെ ചതിച്ച് നിന്റെ കൂടെ കിടക്കാൻ വരുന്ന ഇവൾക്ക് നീ മാത്രമേ കാമുകനായുള്ളൂ എന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്നാൽ നിനക്ക് തെറ്റി മോനെ, കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവൾക്ക് നിന്നെ കൂടാതെ ധാരാളമുണ്ട് കാമുകന്മാർ. നിന്നോടുള്ള അതേ രീതിയിലുള്ള ചാറ്റിംഗ് ഇവൾക്ക് പലരുമായിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ എത്തരത്തിലുള്ളതാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടുണ്ട്. അല്ല, ഞാനത് പറയേണ്ട ആവശ്യവുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ നിനക്ക് തന്നെ അറിയാമല്ലോ. നീയുമായിട്ടും അത്തരത്തിലാണല്ലോ ഇവൾ ചാറ്റ് ചെയ്യാറുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവൾ പലരുടെ കൂടെയും പോയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നതുകൊണ്ട് തന്നെ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ അമ്മച്ചി സാക്ഷി, അന്ന സാക്ഷി, എന്റെ കൂട്ടുകാർ സാക്ഷി, പിന്നെ ഈ ഹോട്ടലിലുള്ള മാനേജ്മെന്റിനെയും ഞങ്ങൾ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതും പോരെങ്കിൽ അന്നയും ഞാനും ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്യും. ഇനി ശ്രുതി എന്ന ഇവൾക്ക് എന്ത് സംഭവിച്ചാലും നീയാണ് അതിനുള്ള ഉത്തരവാദി. ഞാൻ അവളെ പൂർണ്ണമായും ഒഴിവാക്കി. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്റെ കൂടെ ദൈവമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം തെളിഞ്ഞത്. എന്റെ കൂടെ മാത്രമല്ല, അന്നയുടെ കൂടെയും. രാഹുൽ പറഞ്ഞതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു മൈക്കിൾ. അവനപ്പോൾ ശ്രുതിയെ ഒന്നു നോക്കി. ശ്രുതി അപ്പോൾ ഒന്നും പറയാതെ പേടിയോടെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണോ? നിനക്ക് എന്നെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. എന്നാൽ അവൾക്കതിനുത്തരമുണ്ടായിരുന്നില്ല. പറയടി, ഇവൻ പറഞ്ഞത് ശരിയാണോ? മൈക്കിൾ ശ്രുതിയോട് വീണ്ടും ചോദിച്ചു. നിർത്ത്, ചൂടാകാൻ വരട്ടെ. നീ എന്ത് കണ്ടിട്ടാ ഇവളോട് ചൂടാവുന്നത്? ഇവള് നിന്റെ ഭാര്യ ഒന്നും ആയിരുന്നില്ലല്ലോ. കൂട്ടുകാരന്റെ ഭാര്യയെ അവൻ അറിയാതെ റിസോർട്ടിൽ കൊണ്ടുവന്ന് കിടക്ക പങ്കിട്ടിട്ട് ഇപ്പോൾ അവൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് ചൂടാവാനുള്ള അർഹത വല്ലതും നിനക്കുണ്ടോടാ? എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ നിൽക്കരുത്. അവന്റെ ചോദ്യം ചെയ്യൽ കേട്ടാൽ തോന്നും അവനെല്ലാം തികഞ്ഞവനാണെന്ന്. അവളെ ചോദ്യം ചെയ്യുകയോ തല്ലിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയ ശേഷം. പക്ഷേ ഇനി ഒരിക്കൽ അവളെ തൊടുമ്പോൾ നീ അറിയണം, ഇവൾ പലരുടെ കൂടെയും കിടന്ന ഒരുത്തിയാണെന്ന്. ഇതുവരെയുള്ള മനസ്സോടെ നിനക്കിനി അവളെ തൊടാനാവില്ല. അല്ലെങ്കിൽ അവൾ പറയട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിവ് നിരത്തി കാണിക്കാം ഞാൻ ഇപ്പോൾ തന്നെ. എനിക്ക് ഒരു മടിയുമില്ല, രാഹുൽ പറഞ്ഞു. മൈക്കിൾ അപ്പോൾ ശ്രുതിയെ നോക്കി. ശ്രുതി അപ്പോൾ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. രാഹുൽ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ മൈക്കിളിന് മനസ്സിലായി. അവനപ്പോൾ ശ്രുതിയോട് അതുവരെ ഇല്ലാത്ത എന്തോ ഒരു അറപ്പ് തോന്നുകയായിരുന്നു. ആരെയും ഭ്രമിപ്പിക്കുന്ന അവളുടെ മേനിയായാലും ശരീരമായാലും ഒക്കെ ഒന്നിനും കൊള്ളാത്തതായി മാറിയ പോലെ മൈക്കിളിന് തോന്നി. അവൻ അവളെ ഒരുമാതിരിപ്പെട്ട ഒരു വിധത്തിൽ നോക്കി. ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരു പെണ്ണായിരുന്നോ ഇവള് കാരണം എന്റെ കുടുംബജീവിതം നശിച്ചല്ലോ ദൈവമേ. മൈക്കിളിന്റെ മനസ്സിലപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ ഓടുകയായിരുന്നു. എന്താ ചെയ്യുക? മൈക്കിൾ മനസ്സിലോർത്തു. അമ്മച്ചി, എനിക്കൊരു തെറ്റുപറ്റി. അവൻ അപ്പോൾ അമ്മച്ചിയോടെല്ലാം ഏറ്റു പറയാനാണ് തോന്നിയത്. മിണ്ടരുത്, ഞാൻ പറഞ്ഞല്ലോ, നീ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അമ്മച്ചി പോലും ഏതമ്മച്ചി? സ്വന്തമായ അമ്മച്ചിയുള്ള പണിയാണോ നീ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നോട് ഞാൻ പറയില്ല. കാരണം നിന്റെ അപ്പച്ചൻ ഉണ്ടാക്കിയിട്ട വീടാ അത്. എനിക്കും നിനക്കും ഒരുപോലെ അവകാശമുണ്ട് എന്ന് കരുതി അമ്മച്ചിയെന്നും വിളിച്ച് ഇനി എന്റെ പിറകെ വന്നേക്കരുത്. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടില്ല.
അമ്മച്ചി അത് പറഞ്ഞപ്പോൾ അവൻ അമ്മച്ചിക്കരികിൽ നിൽക്കുന്ന അന്നയെയാണ് നോക്കിയത്. ശ്രുതിയേക്കാൾ എത്ര നല്ല പെൺകുട്ടിയായിരുന്നു അവളെന്ന് അവൻ അപ്പോൾ തോന്നി. തന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന, വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന, അമ്മച്ചിയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന, മറ്റാരുമായി മോശപ്പെട്ട രീതിയിലുള്ള ഒരു ബന്ധവുമില്ലാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷേ എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തിനോ വേണ്ടി കുറച്ചു സമയത്തെ സുഖം മാത്രം നോക്കി ഞാൻ എന്തിനായിരുന്നു ഇവളുടെ കൂടെ ഇങ്ങനെ ഒരു പണിക്ക് ഇറങ്ങിയത്? മൈക്കിളിന്റെ നെഞ്ചിലാകെ കുറ്റബോധം തോന്നി. നേറുന്ന മനസ്സോടെ അവൻ അന്നയെ നോക്കി. എന്നാൽ അന്ന അപ്പോൾ അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുകയായിരുന്നു. മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ജനലിനോരം നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മൈക്കിളിന് അവളോടൊന്നും പറയാൻ തോന്നിയില്ല. അല്ലെങ്കിലും ഇനി എന്താണ് അവളോട് പറയാനുള്ളത്? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം പിടിവിട്ടു പോയില്ലേ? മൈക്കിളിനെല്ലാം കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വാ മോളെ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം, അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അമ്മച്ചി അപ്പോൾ അന്നയോട് പറഞ്ഞു. അന്ന അപ്പോൾ അമ്മച്ചിയെ ഒന്ന് നോക്കി. അന്ന വന്നേ, എനിക്ക് അന്നയോട് അല്പം സംസാരിക്കാനുണ്ട്, രാഹുൽ അപ്പോൾ അവളോട് പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സങ്കടഭാവം അപ്പോൾ അന്നയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിർവികാരതയായിരുന്നു അവളുടെ മുഖത്തപ്പോൾ. മോളുവാ, അമ്മച്ചി അപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എന്നാലേ ഞങ്ങൾ അങ്ങ് പോകുവാ, ഇന്നത്തോടെ എല്ലാം തീർന്നു. രണ്ടാൾക്കും ഇനി കലാപരിപാടികൾ ബാക്കിയുണ്ടെങ്കിൽ ആയിക്കോ, സമയം ഇഷ്ടം പോലെയുണ്ട്. ഇനി കളവ് പറഞ്ഞ് കുടുംബത്തെ പറ്റിച്ചുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടാവാമല്ലോ. രണ്ടിനെയും കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്. നിങ്ങളോടൊക്കെ എന്ത് പറയാനാ, നാശം പിടിക്കാനായിട്ട്. രാഹുൽ അത് പറഞ്ഞ് ശ്രുതിക്കരികിലേക്ക് ചെന്നു. അവൻ അരികിലേക്ക് ചെന്നപ്പോൾ അവൾ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അവൾ എന്തോ ഒന്ന് പറയാൻ വന്നപ്പോഴേക്കും അവളുടെ മുഖമടച്ച് രാഹുൽ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. കവിളിൽ കിട്ടിയ താങ്ങാനാവാത്ത വലിയ അടിയിൽ ഒന്ന് പൊളഞ്ഞു പോയിരുന്നു ശ്രുതി. രാഹുലിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നിലത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. രാഹുൽ അപ്പോൾ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന അവൻ കെട്ടിയ താലി അവന്റെ കൈകൊണ്ട് തന്നെ പിടിച്ചറുത്തു. പ്രതീക്ഷിക്കാതെ അവൻ ചെയ്തപ്പോൾ ശ്രുതി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്നെ പോലെ മറ്റേ പണി ചെയ്ത് നടക്കുന്ന പെണ്ണിനിടാനുള്ളതല്ല എന്റെ താലി. ഡാ മൈക്കിളെ, നീയും കൂടെ കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അന്നയ്ക്കിഷ്ടമാണെങ്കിൽ, അവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നിമിഷം തൊട്ട് അവൾ എന്റേതാ. നിന്നെപ്പോലൊരു വൈബിയച്ചവന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികേട് അവൾക്കില്ല. അവളോട് ചോദിച്ചിട്ട് അവൾ ഒരു വാക്ക് സമ്മതം മൂളുകയാണെങ്കിൽ ഞാൻ അവളെ എന്റേതാക്കും. രാഹുൽ പറഞ്ഞത് കേട്ട് അമ്മച്ചിയും അന്നയും വാതിലിനടുത്ത് ഞെട്ടി നിൽക്കുകയായിരുന്നു. രാഹുൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അന്നയെ. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് ശ്രുതിയും മൈക്കിളും വല്ലാതെ ഞെട്ടിയിരുന്നു. നീ എന്നെ ചതിച്ചതുപോലെ തന്നെ ഇവൻ അവളെയും ചതിച്ചു. എന്റെ ഉള്ളിലിരുന്ന് ദൈവം പറയുന്നു, അവളെ എനിക്ക് തരാനായിരിക്കും ദൈവത്തിനിഷ്ടമെന്ന്. അതെ, അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ നോക്കും, എന്റെ ഭാര്യയായിട്ട്. വരട്ടെ. രാഹുൽ അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അന്നയ്ക്ക് അവൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ആശ്ചര്യമായിരുന്നു അപ്പോഴും. പുറത്തെത്തിയ രാഹുൽ റൂമിന്റെ വാതിൽ വലിച്ചടച്ചു. റിനീഷേട്ടനും അർജുനും സനൂപും അപ്പോൾ അന്നയെയും അമ്മച്ചിയെയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ അവന്റെ ആഗ്രഹം പറഞ്ഞതാ അമ്മച്ചിക്ക് സമ്മതമാണെങ്കിൽ, അന്നയുടെ അപ്പച്ചനും അമ്മച്ചിക്കും സമ്മതമാണെങ്കിൽ അവന് കൊടുത്തൂടെ അവളെ? അവൻ മൈക്കിളിനെ പോലെ ഒരിക്കലും ചതിക്കില്ല. വർഷങ്ങളായി ഞങ്ങൾക്ക് അവനെ അറിയാം, അത്രയ്ക്ക് പാവമാ. അമ്മച്ചി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അർജുൻ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി രാഹുലിനെയാണ് നോക്കിയത്. എനിക്ക് സമ്മതമാ മോനെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ മോളുടെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. അത്രയ്ക്ക് പാവമാ എന്റെ അന്നമോള്. മൈക്കിൾ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞതാ. അവനും അവന്റെ ഇപ്പോഴത്തെ പെണ്ണും കൂടെ ഇനി എന്താണെന്ന് വെച്ചാലാവട്ടെ. അന്നമോളുടെ കാര്യത്തിൽ എനിക്ക് സമ്മതമേ ഉള്ളൂ. പക്ഷേ ഞാൻ മാത്രം സമ്മതിച്ചാൽ പോരല്ലോ, അവളുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും കൂടി ഒന്ന്. അമ്മച്ചി പറഞ്ഞപ്പോൾ രാഹുൽ അന്നയെയാണ് നോക്കിയത്. അന്ന ഒന്ന് വരാമോ, എനിക്കൊരു നിമിഷം ഒന്ന് സംസാരിക്കാൻ. രാഹുൽ അന്നയോട് പറഞ്ഞപ്പോൾ അന്ന അമ്മച്ചിയാണ് നോക്കിയത്. ചെല്ലുമോളെ, അവൻ എന്തോ പറയാൻ കാണും. അമ്മച്ചി പറഞ്ഞപ്പോഴും അന്ന ഞെട്ടലിൽ തന്നെയായിരുന്നു. ഞാനിതേ ഈ നിലയിലെ ബാൽക്കണിയിലുണ്ടാകും. അന്ന ആലോചിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാം. രാഹുൽ അത് പറഞ്ഞ് റിനീഷേട്ടനോടും അർജുനോടും സനൂപിനോടും തലയാട്ടിയ ശേഷം നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു. ബാൽക്കണിയിലെത്തി പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ അവന് കാണാമായിരുന്നു അതിനടുത്തായുള്ള നിറഞ്ഞ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കോട വീണ മലനിരകളുമൊക്കെ. അവിടേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ മുഖത്തും ശരീരത്തും തണുത്ത കാറ്റ് വന്ന് അവനെ തഴുകുന്നുണ്ടായിരുന്നു. അല്പനേരം അവൻ അവിടെ ബാൽക്കണിയിൽ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അന്ന അവിടെ എത്തിയത്. രാഹുലേട്ടാ. അന്നയുടെ വിളി കേട്ടപ്പോഴാണ് രാഹുൽ തിരിഞ്ഞു നോക്കിയത്. ആ, അന്ന വന്നോ? രാഹുൽ അവളെ നോക്കി. അവൾ അപ്പോൾ രാഹുലിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രാഹുൽ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു.
അന്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. വിവാഹം കഴിഞ്ഞ് 2 മാസമേ ആയിട്ടുള്ളൂ. ഭർത്താവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ സാഹചര്യം എനിക്ക് ഊഹിക്കാം. അന്നയും ഞാനും ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണിപ്പോൾ. ഞാൻ അവളെ ഇതുവരെ പ്രാണനായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും അവൾ എന്നെ ചതിച്ചു. അന്നയ്ക്ക് മൈക്കിളിനെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന് അമ്മച്ചി പറഞ്ഞു. എന്നിട്ടും അന്നയെ അവനും ചതിച്ചു. ഒരേ ചതി 2 ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. നമുക്കൊന്നായിക്കൂടെ അന്ന? അന്നയെ സ്നേഹത്തോടെ നോക്കാൻ എനിക്ക് കഴിയും. ജാതി കൊണ്ടോ മതം കൊണ്ടോ ഞാൻ നിങ്ങളുടെ കൂട്ടരല്ല, എനിക്കറിയാം. ചിലപ്പോൾ അന്നയുടെ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ എതിർപ്പ് കാണും. പക്ഷേ എല്ലാത്തിനും അപ്പുറത്ത് അന്നയെ സ്നേഹിക്കാൻ കഴിയുന്ന, തന്നെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് എനിക്ക്. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് സ്നേഹത്തോടെ നോക്കിക്കോളാം ഞാൻ. ജീവനായി സ്നേഹിച്ചോളാം. അന്നയ്ക്ക് സമ്മതമാണെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ഒരിക്കലും ഞാൻ അന്നയെ കൈവിടില്ല. മൈക്കിളിനെ പോലെ അന്നയെ ചതിച്ച് മറ്റൊരു ദാമ്പത്യമോ ജീവിതമോ എനിക്ക് ഉണ്ടാവുകയുമില്ല. അന്നയ്ക്ക് സമ്മതമാണെങ്കിൽ അന്നയല്ലാതെ മറ്റൊരു പെണ്ണെന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതെന്റെ വാക്കാണ്. എന്റെ അവസാന ശ്വാസം വരെ, ജീവൻ പോകുന്നിടത്തോളം വരെ ഞാനത് പാലിക്കും. വളരെ സ്നേഹത്തോടെ, അത്രമേൽ ഉറപ്പോടെ രാഹുൽ അത് പറഞ്ഞപ്പോൾ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മാത്രം ഒഴുകുന്നുണ്ടായിരുന്നു. രാഹുൽ അപ്പോൾ അവൾക്കരികിലേക്ക് വന്നു. അന്ന ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കണ്ണുനീർ അതിനുള്ള ഉത്തരം എനിക്ക് തരുന്നുണ്ട്. എന്റെ പെണ്ണാക്കിക്കോട്ടെ ഞാൻ? രാഹുൽ ആ കോടമഞ്ഞിന്റെ തണുപ്പിൽ നിന്നുകൊണ്ട് അത് ചോദിച്ചപ്പോൾ അന്ന കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണുപോയിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ രാഹുൽ അപ്പോൾ അവളെ ചേർത്തു പിടിച്ചു. അവളുടെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചു. കവിളിലും ഉമ്മ വെച്ചു, നെറ്റിയിലും ഉമ്മ വെച്ചു. ഒന്നുമില്ലടാ, പോട്ടെ, ജീവിതമല്ലേ, പലതും നേരിടേണ്ടി വരും. അവനെ മറന്നേക്കൂ, ഞാനുണ്ടാകും എന്നും കൂടെ. രാഹുൽ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ അത് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൾ അറിയുകയായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞു മഴയത്ത് പുതപ്പിനടിയിലേക്ക് ചുരുണ്ടു കയറുന്ന പോലെ അന്ന അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ റിനീഷേട്ടനും അർജുനും സനൂപും അമ്മച്ചിയും അങ്ങോട്ടെത്തിയിരുന്നു. കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ അർജുനാണ് ആദ്യം കൈയടിച്ചത്. പിന്നീട് അവരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കൈയടിച്ചു. ആ കൈയടി കേട്ടപ്പോഴാണ് അവർ തമ്മിലുള്ള പിടുത്തം വിട്ട് അവർ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അന്ന കണ്ടു സ്നേഹം കൊണ്ട് കണ്ണു നിറയുന്ന അമ്മച്ചിയെ, സ്നേഹത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന രാഹുലിന്റെ കൂട്ടുകാരെ. എല്ലാവരെയും നോക്കി അവൾ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. രാഹുൽ അപ്പോൾ അവളെ അവനോട് അടുപ്പിച്ചു നിർത്തി. എന്റേതാടാ ഇവള്, ഇനി മുതൽ. ഒരുത്തി ചതിച്ചു പോയപ്പോൾ ദൈവം എനിക്ക് തന്ന പുണ്യം. രാഹുൽ അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അന്ന രാഹുലിനെ തന്നെ നോക്കുകയായിരുന്നു. സ്നേഹത്തോടെ അവൾ രാഹുലിനെ നോക്കി കണ്ടു. മൈക്കിൾ തന്നെ ചതിച്ച അതേ ദിവസം തന്നെ തനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയിരിക്കുന്നു. ഭർത്താവ് ചതിച്ചതോർത്ത് നേറി കഴിയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതോർത്ത് കാലിടറി പോകേണ്ടിയിരുന്ന ജീവിതം രാഹുൽ എന്ന പുരുഷൻ താങ്ങിപ്പിടിച്ചിരിക്കുന്നു. അവൾ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും രാഹുലിനെ നോക്കുമ്പോൾ രാഹുൽ അവരുടെ മുൻപിൽ വെച്ച് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് മുറുക്കുകയായിരുന്നു. അന്ന മറിയ അവിടെ മുതൽ രാഹുലിൻ്റെതാവുകയായിരുന്നു, രാഹുലിൻ്റേത് മാത്രം. ദിവസങ്ങൾ മുന്നോട്ടു പോയി. പുലരിയും അസ്തമയവും രാവുകളും പകലുകളും കടന്നുപോയി. ടൗണിലെ പേര് കേട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു. കാർ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ എത്തിയതും കാറിൽ നിന്ന് രാഹുൽ വേഗത്തിലിറങ്ങി മുൻവശത്തേക്ക് ചെന്ന് ഡോർ തുറന്നു കൊടുത്തു. സീറ്റിലിരുന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അന്ന കാറിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി. സൂക്ഷിച്ചിറങ്ങ്, രാഹുൽ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അന്ന സ്നേഹത്തോടെ അവനെ നോക്കി ചിരിച്ചു. രാഹുൽ അവളുടെ കയ്യിൽ പിടിച്ച് പതുക്കെ അവളെ ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പുകൾ കയറാൻ സഹായിച്ചു. സ്റ്റെപ്പ് കയറി അവളെ അവിടെ ഒരു ഓരത്ത് കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേഗം വരാൻ കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? രാഹുൽ അവളുടെ നിറവയർ നോക്കി ചോദിച്ചു. ഇല്ല, രാഹുലേട്ടൻ പോയിട്ട് വന്നോളൂ. അവൾ അവനെ നോക്കി ചിരിച്ചു. രാഹുൽ അപ്പോൾ വേഗത്തിൽ അവന്റെ കാർ എടുത്ത് സ്റ്റാർട്ടാക്കി പാർക്കിങ്ങിലേക്ക് ചെന്നു. വേഗത്തിൽ കാർ പാർക്ക് ചെയ്ത് അവൻ ഓടി വരുമ്പോൾ അന്ന അവിടെ കസേരയിൽ അവനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. എന്തിനാ ഇത്ര ധൃതിയിൽ ഓടിപ്പാഞ്ഞു വന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. ഇല്ല, ഞാൻ വേഗത്തിൽ വന്നേയുള്ളൂ. നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയാൽ ഒരു സമാധാനം കിട്ടില്ല, അതുകൊണ്ടാ. നീ വന്നേ, ഞാൻ കൗണ്ടറിൽ പോയി ടോക്കൺ എടുക്കാം. രാഹുൽ അവളുടെ കയ്യിൽ പിടിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് രാഹുലിന്റെ മൊബൈൽ റിങ് ചെയ്തത്. രാഹുൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് അന്നയുടെ അപ്പച്ചന്റെ കോളായിരുന്നു. മോനെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയോ? അപ്പച്ചൻ ഫോണിൽ കൂടെ ചോദിച്ചു. എത്തി അപ്പച്ച, ഞാൻ കൗണ്ടറിൽ ടോക്കൺ എടുക്കാൻ നിൽക്കുകയാണ്. ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ ആ വഴി വരാം. അന്ന ഇന്ന് രാവിലെ മുതൽ പറയുന്നു നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന്. രാഹുൽ അപ്പച്ചനോട് പറഞ്ഞു. ഇതുവഴി വരുമ്പോൾ കുറെ ദൂരം വരണ്ടേ മോനെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഞങ്ങൾ എന്തായാലും അവളെ കാണാൻ ഇന്ന് അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. ഞാനും ഇന്നലെ മോളെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങൾ ബുദ്ധിമുട്ടി ഇവിടെ വരെ വരണ്ട. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിക്കോളാം. മോൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്രാവശ്യം കാണിച്ചാൽ ഡോക്ടർ ഡേറ്റ് തരുമായിരിക്കുമല്ലേ? അപ്പച്ചൻ രാഹുലിനോട് ചോദിച്ചു.
അതെ അപ്പച്ച, ഈ പ്രാവശ്യം അഡ്മിറ്റിനുള്ള ഡേറ്റ് തരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അപ്പച്ചനും അമ്മച്ചിയും എത്തിക്കോളൂ ട്ടോ, രാഹുൽ പറഞ്ഞു. ശരി മോനെ, നീ അന്നയോട് പറഞ്ഞേക്ക്. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് അപ്പച്ചനെ ഒന്ന് വിളിക്ക് കേട്ടോ. അപ്പച്ചൻ രാഹുലിനോട് സ്നേഹത്തോടെ പറഞ്ഞു ഫോൺ വെച്ചു. അപ്പച്ചനും അമ്മച്ചിക്കും രാഹുലിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പച്ചനാ, നമ്മൾ ഡോക്ടറെ കാണിച്ച് അങ്ങ് എത്തുമ്പോഴേക്കും അവർ എത്തിക്കോളാമെന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാൻ ടോക്കൺ എടുക്കട്ടെ. രാഹുൽ വേഗത്തിൽ ചെന്ന് ഡോക്ടറെ കാണിക്കാനുള്ള ടോക്കൺ എടുത്തു. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അന്നയുടെ ചെക്കപ്പും സ്കാനിങ്ങും ഡോക്ടറുടെ പരിശോധനയും എല്ലാം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങി. അന്നയെ ചേർത്തു പിടിച്ച് സ്നേഹത്തോടെ പുറത്തേക്കിറങ്ങുമ്പോഴാണ് അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ശ്രുതിയെ രാഹുൽ കണ്ടത്. അവളെ കണ്ടതും രാഹുൽ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. അത് അവളാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൻ ഒന്നുകൂടെ അവളെ നോക്കി. അതെ, അത് ശ്രുതി തന്നെയാണ് അവൻ അപ്പോൾ മനസ്സിലായി. അവൾ അപ്പോൾ ഹോസ്പിറ്റലിൽ ക്ലീനിങ് ചെയ്യുന്ന മോപ്പുമായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയായിരുന്നു. അന്നാതെ, അത് അവളാ ശ്രുതി, അങ്ങോട്ട് നോക്കിയേ, രാഹുൽ അപ്പോൾ അന്നയോട് പറഞ്ഞു. രാഹുൽ പെട്ടെന്നത് പറഞ്ഞപ്പോൾ അന്ന ഒരു നിമിഷം തിരിഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കി. അതെ, ഹോസ്പിറ്റലിലെ ക്ലീനിങ് സ്റ്റാഫിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നിലം തുടയ്ക്കുന്ന മോപ്പുമായി പോകുന്ന ശ്രുതിയെ അന്ന കണ്ടു. ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം, നീ ഇവിടെ ഇരിക്കേ. രാഹുൽ അത് പറഞ്ഞ് ശ്രുതിയുടെ അരികിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അന്ന അവന്റെ കയ്യിൽ കയറി പിടിച്ചു. രാഹുലേട്ടാ, വേണ്ട, കഴിഞ്ഞതൊക്കെ നമ്മൾ മറന്നതല്ലേ, വെറുതെ ഇവിടെ വെച്ചൊന്നും പറയണ്ട. അന്ന സ്നേഹത്തോടെ അവന്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അത് പറഞ്ഞപ്പോൾ രാഹുൽ അവളുടെ കണ്ണുകളിലേക്കൊന്നു നോക്കി. ഒന്നും പറയാനല്ല, എന്തായാലും നമ്മുടെ ജീവിതം നന്നായി പോകുന്നില്ലേ, ഇനി എന്തു പറയാനാണ്. എന്തായാലും അവളെ കണ്ടപ്പോൾ ഒന്ന് പോയി സംസാരിക്കണമെന്ന് തോന്നി, ഞാനിപ്പോ വരാം. അല്ലെങ്കിൽ എന്തിനാ, നീയും പോര്, രാഹുൽ പറഞ്ഞപ്പോൾ അന്ന അവളുടെ കൈ രാഹുലിന്റെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ശ്രുതി നിലം തുടയ്ക്കുന്നിടത്തേക്ക് രാഹുലിനൊപ്പം ചെന്നു. ശ്രുതി, രാഹുലിന്റെ വിളി കേട്ടപ്പോഴാണ് നിലം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്ന അവൾ തലപൊക്കി നോക്കിയത്. ഒരു നിമിഷം അന്നയെയും രാഹുലിനെയും കണ്ടപ്പോൾ ശ്രുതി ആകെ വല്ലാതെയായി. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുള്ള തുടയ്ക്കുന്ന മോപ്പ് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ വലിയ നീളമുള്ള മോപ്പല്ലേ, അവൾക്ക് എങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും? അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പരിങ്ങി. അന്ന് ഹോട്ടൽ റിസോർട്ടിൽ വെച്ച് കണ്ടതിന് ശേഷം രാഹുലിനെയും അന്നയെയും അപ്പോഴാണ് ശ്രുതി വീണ്ടും കാണുന്നത്. അതുവരെ അവളുടെയും മൈക്കിളിന്റെയും ഒരു വിവരവും അവർക്കുണ്ടായിരുന്നില്ല. അവർ അന്വേഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. നീ എന്താ ഇവിടെ, അതും ഇങ്ങനെ ഒരു ജോലിയിൽ? രാഹുൽ അവളോട് ചോദിച്ചു. രാഹുലിനെയും അന്നയെയും അവിടെ വെച്ച് കണ്ടപ്പോഴും രാഹുലിന്റെ ശബ്ദം കേട്ടപ്പോഴും ശ്രുതിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞിരുന്നു. അവരോട് എന്താണ് പറയേണ്ടതെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. അവൾ അന്നയെയും രാഹുലിനെയും ഒന്ന് മാറി മാറി നോക്കി. അന്നയുടെ നിറവയർ കണ്ടപ്പോൾ അവർ അവിടെ കൺസൾട്ടിങ്ങിന് വന്നതായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ ഒരാഴ്ച ആയേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്. ഇവിടെ ഒരാഴ്ചയായി, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കയറിയതാ, ശ്രുതി ഒരു മടിയോടെ രാഹുലിനോട് പറഞ്ഞു. ഒരിക്കൽ തന്റെ എല്ലാമായിരുന്ന രാഹുൽ ഇന്ന് അന്നയുടെ കൈപിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിക്കുള്ളിൽ ഒരു കുറ്റബോധം തോന്നി. രാഹുലിനോടൊപ്പം കഴിഞ്ഞ നല്ല നാളുകളും അവന്റെ സ്നേഹവുമാണ് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. എന്നാൽ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് താൻ തന്നെയാണ് നല്ല ജീവിതം ഇല്ലാതാക്കിയതെന്ന് അവൾക്കറിയാമായിരുന്നു. അവന്റെ സ്നേഹം അനുഭവിക്കാനും അവന്റെ ഭാര്യ ആവാനും യോഗം അന്നയ്ക്കാണ്. അവൾ ഒരു നിമിഷം അന്നയെ നന്നായി ഒന്ന് നോക്കി. സുഖമല്ലേ അന്ന, പ്രഗ്നന്റ് ആണല്ലേ? ശ്രുതി അവളോട് ചോദിച്ചു. ശ്രുതിയുടെ സംസാരശൈലി ആകെ മാറിയിരിക്കുന്നു. ആദ്യമുള്ള പോലെയല്ല എന്ന് രാഹുലിന് തോന്നി. ഒരു ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത പകയും ദേഷ്യവും ശ്രുതിയോടുണ്ടായിരുന്നെങ്കിലും രാഹുലും അന്നയും അവളോട് ദേഷ്യമൊന്നും കാണിച്ചില്ല. അതെ, പ്രഗ്നന്റ് ആണ്, 9 മാസം, അന്ന പറഞ്ഞു. ശ്രുതി അപ്പോൾ രാഹുലിന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഈ ജോലിയിൽ? ഇങ്ങനെ ഒരു ജോലിയിൽ നിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാഹുൽ പറഞ്ഞപ്പോൾ ശ്രുതി അവളുടെ ചുണ്ടിൽ ചിരി പടർത്താൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ഉള്ളം വല്ലാതെ നേറുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് വരേണ്ടി വന്നു. ഞാനും പ്രഗ്നന്റ് ആണ്, 5 മാസം. പക്ഷേ മൈക്കിളിന് നല്ല സംശയമാണ്. കുഞ്ഞു മൈക്കിളിൻ്റെത് തന്നെയാണ്. പക്ഷേ ഞാൻ പലരുടെ കൂടെയും കറങ്ങി നടക്കുന്നവളായിരുന്നതുകൊണ്ട് അവൻ എന്നെ വിശ്വാസം പോരാ. എന്നും തല്ലും ഉപദ്രവവുമാണ്. അമ്മച്ചി സുഖമില്ലാതെ കിടപ്പിലായില്ലേ, ഇപ്പോൾ പെങ്ങളുടെ വീട്ടിലാണ്. വീട്ടിൽ ഞാനും മൈക്കിളും മാത്രമേ ഉള്ളൂ. എന്നെ ഒട്ടും നോക്കാറില്ല ഇപ്പോൾ. ഞാൻ കാരണമാണ് ജീവിതം നശിച്ചതെന്നും പറഞ്ഞ് എന്നും വഴക്കാണ്. കുടിച്ച ബോധമില്ലാതെ കയറി വരും. ചിലപ്പോഴൊക്കെ എന്നെ ദേഷ്യത്തോടെ പിച്ചു ചീന്തും. അതിനിടയ്ക്ക് എപ്പോഴോ സംഭവിച്ചു പോയതാണ് എന്റെ വയറ്റിലുള്ളത്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാലെങ്കിലും മൈക്കിളിനൊരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതുകൂടെ ആയപ്പോൾ അവന്റെ സംശയം കൂടി. പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിനെ ചതിച്ച് പലരുടെ കൂടെയും കറങ്ങി നടന്ന എന്നെ അവൻ എങ്ങനെ വിശ്വസിക്കും? ഒരു വഴിയും ഇല്ലാതായപ്പോളാ വീടിനടുത്തുള്ള ചേച്ചി ഇവിടെ ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞത്. പഠിപ്പും പത്രാസും നോക്കിയിരുന്നാൽ ജീവിച്ചു പോകാൻ പറ്റില്ലല്ലോ. പ്രസവം അടുക്കുന്നവരെയെങ്കിലും എനിക്ക് ജോലിക്ക് വരാലോ. ഈ സാലറി കിട്ടുമ്പോൾ നേരത്തിന് ഭക്ഷണമെങ്കിലും കഴിക്കാം. എന്റെ കാര്യം മാത്രമല്ലല്ലോ, വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യവും നോക്കണ്ടേ. രാഹുലേട്ടൻ സുഖമല്ലേ? ഇടറിയ ശബ്ദത്തോടെ അവൾ അത് ചോദിച്ചപ്പോൾ രാഹുൽ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു.
തന്നെ ചതിച്ച് പലരുടെ കൂടെയും അവിഹിതത്തിന് പോയവളാണ്. അവളോട് മനസ്സിൽ ദയയുടെ ഒരു കാരുണ്യം പോലും രാഹുലിനില്ലായിരുന്നു. എങ്കിലും ഒരു കാലത്ത് തന്റെ എല്ലാം ആയിരുന്നവളെ, താൻ പ്രാണനായി സ്നേഹിച്ചിരുന്നവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നപ്പോൾ എന്തോ ഒരു വല്ലായ്മ രാഹുലിനും തോന്നി. എന്നെങ്കിലും നിങ്ങളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ മനസ്സ് നിറഞ്ഞു. രണ്ടാളും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും നല്ല ചേർച്ചയാ. ചേരേണ്ടത് ചേർന്നാലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. കയ്യിലുള്ളപ്പോൾ നമുക്കൊന്നിന്റെയും വില അറിയില്ല. എന്നാൽ ഇപ്പോ എനിക്കതറിയാം. അന്ന ഭാഗ്യവതിയാണ്. രാഹുലേട്ടനെ പോലെ ഒരാളെ കിട്ടിയല്ലോ. നന്നായി വരട്ടെ. ശ്രുതി അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അന്നയും രാഹുലും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട്. അന്ന പോവാം. രാഹുൽ അവളുടെ തോളിൽ കൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടന്നു. കയ്യിൽ തുടയ്ക്കുന്ന മോപ്പുമായി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രുതിയെ അന്ന ഒന്ന് തിരിഞ്ഞു നോക്കി. രാഹുലേട്ടാ, ഞാൻ ഇപ്പോ വരാം. അന്ന അത് പറഞ്ഞ് ശ്രുതിക്കരികിലേക്ക് നടന്നു. ശേഷം അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് 500-ന്റെ നോട്ടുകൾ എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ട അന്ന, ശ്രുതി അവളെ നോക്കി പറഞ്ഞു. വെച്ചോളൂ, പ്രഗ്നന്റ് അല്ലേ, എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ. ഈ സമയത്ത് കുഞ്ഞിന്റെ ആരോഗ്യം നോക്കണം. ശ്രുതി വെച്ചോളൂ. അന്ന അത് പറഞ്ഞ് അവളുടെ കയ്യിൽ ആ നോട്ടുകൾ പിടിപ്പിച്ച ശേഷം സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. രാഹുൽ അപ്പോൾ അന്നയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. സ്വന്തം ജീവിതം തകർത്തെറിഞ്ഞവളായിട്ടും മനസ്സിൽ അവൾക്ക് എത്രത്തോളം കാരുണ്യം ശ്രുതിയോടുണ്ടെന്ന് അവൻ അപ്പോൾ മനസ്സിലായി. ശരി. രാഹുലിനടുത്തെത്തിയപ്പോൾ അന്ന തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ശ്രുതിയോട് പറഞ്ഞു. അന്ന കൊടുത്ത പൈസ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ നിൽക്കുകയായിരുന്നു ശ്രുതി. അപ്പോൾ രാഹുലിന്റെ സ്വത്തും സമ്പത്തും എല്ലാം അനുഭവിക്കേണ്ടിയിരുന്നവളാണ് താൻ. പക്ഷേ താൻ തന്നെയാണ് തന്റെ ജീവിതം ഇല്ലാതാക്കിയത്. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്ന പോലെ ശ്രുതിക്ക് തോന്നി. ഉള്ളിൽ അലയടിച്ചു വന്ന സങ്കടം കരഞ്ഞു തീർക്കാനായി മോപ്പ് അവിടെ വെച്ചുകൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ ചെന്ന് വാതിലടച്ച് ആരും കാണാതെ ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. അന്നയും രാഹുലും അപ്പോൾ തിരികെ കാറിൽ കയറിയിരുന്നു. കാർ സ്റ്റാർട്ടാക്കാൻ നേരം രാഹുൽ അന്നയെ നോക്കി ചിരിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല അന്ന, നിനക്കൊരു ദേഷ്യവുമില്ലേ അവളോട്? രാഹുൽ അന്നയോട് ചോദിച്ചു. ഉണ്ടായിരുന്നു, എന്റെ ജീവിതം തകർത്തവളോടുള്ള ദേഷ്യം. എന്നാൽ ഇപ്പോൾ ഇല്ല. അവൾ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കൊരു നല്ല ജീവിതമുണ്ടായത്. രാഹുലേട്ടനെ എനിക്ക് കിട്ടിയത്. ഇപ്പൊ സന്തോഷമേ ഉള്ളൂ. അന്ന അത് പറഞ്ഞ് രാഹുലിന്റെ നെഞ്ചോരം ചാഞ്ഞപ്പോൾ രാഹുൽ 2 കൈകൊണ്ടും അവളെ അമർത്തി പിടിച്ചു. എന്നിട്ട് തന്റെ എല്ലാമായ ആ ക്രിസ്ത്യാനി പെണ്ണിന്റെ നെറ്റിയിൽ അവന്റെ ചുണ്ട് ചേർത്ത് ഒരു ഉമ്മ വെച്ചു. അവന്റെ വലത് കൈകൊണ്ട് അവളുടെ നിറവയറിൽ പതുക്കെ തലോടി. അകത്തിരുന്ന് അവരുടെ കുഞ്ഞപ്പോൾ അനക്കം കൊള്ളുന്നുണ്ടായിരുന്നു. അവന്റെ ചുണ്ടുകൾ മെല്ലെ അവന്റെ കുഞ്ഞിലേക്ക് ചെന്നെത്തി. കുഞ്ഞിന്റെ കൈകാലുകൾ അനങ്ങുന്നിടത്തേക്ക് അവൻ ചുണ്ടമർത്തി ഉമ്മ വെച്ചു. നിറഞ്ഞ സ്നേഹത്തോടെ അന്ന അതൊക്കെ അനുഭവിക്കുകയായിരുന്നു. കാർ പാർക്കിങ്ങിൽ വെച്ച് അവന്റെ ശരീരത്തോട് ഒന്നുകൂടെ ചേരുമ്പോൾ അന്ന അവളുടെ നെറ്റിയിൽ കുരിശു വരച്ചു. ജാതിക്കും മതത്തിനും അപ്പുറത്ത് രാഹുലേട്ടൻ എന്ന സ്നേഹത്തെ എനിക്ക് തന്ന ദൈവമേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അവൾ അത് പറഞ്ഞ് സ്നേഹത്തോടെ രാഹുലിനോട് ചേർന്നു. ചേരേണ്ടത് ചേരുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഒരിക്കൽ കൈവിട്ട് കളയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത സ്വപ്നമായി മാറുമ്പോൾ കൈവിട്ട് കളഞ്ഞവർക്ക് കുറ്റബോധമേറെ ഉണ്ടാകും. അതിനപ്പുറത്ത് ഒന്നു ചേരുന്നവർക്ക് നിറഞ്ഞ സന്തോഷവും. അവരൊന്നു ചേർന്നപ്പോഴാണ് ഭാര്യ ഭർത്താവ് എന്ന വാക്കിനർത്ഥം പൂർണ്ണമായത്. അന്തസ്സോടെ ബഹുമാനത്തോടെ അതിനുമപ്പുറം ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ അവന്റെ മനസ്സിൽ പറഞ്ഞു, ഇവളാണ് എന്റെ ഭാര്യ.